കിട്ടിയ നമ്മൾ അത് ഉപയോഗിച്ച് ഹൃദയത്തിൽ അച്ഛൻ നമ്മുടെ ഹൃദയത്തിന് പരമാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൊടുത്തുകൊണ്ട് അവരുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ഗൗരവമായിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് വേണം നമ്മൾ ആദ്യം ഇതിലെ ഫ്ലവേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇതിലെ ഈ ചെടിയെ, ഈ പൂവിനെ, ഈ ഇലകളെ പ്രതിനിധാനം ചെയ്യുന്നത് അതിന് ജീവനുണ്ട്, വളർച്ചയുണ്ട്, അതുപോലെ തന്നെ അത് ബലം കൊടുക്കുന്നുണ്ട്. അല്ലേ? ഇതിൻ്റെ കമ്പുകൾക്ക് കുത്തികൾക്കായാലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാകും. അതുപോലെയായിരിക്കും വചനമെന്ന വിത്ത് നമ്മളിലേക്ക് മുളയ്ക്കുമ്പോൾ നാം വളരണം, നമുക്കത് ജീവനുണ്ടാകണം, സമൃദ്ധിയായിട്ടുണ്ടായി മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. മധുരത്തായ നല്ല വചനങ്ങൾ, മധുരം പറയുന്നതിനേക്കാൾ ഹൃദയത്തിൽ ചേർത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ജീവനും ചൈതന്യവുമായി തീരാം. അതുപോലെ വേണം അത് പ്രകാശം. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വചനങ്ങളെ നമ്മൾ മറയിൽ കീഴ് വെച്ച് ഒരു കാര്യമില്ല. അത് തണ്ടിന്മേൽ വെച്ച് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, നമുക്ക് കിട്ടിയ സൗഭാഗ്യം, ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഓരോ കഥകളിലും ഓരോരുത്തരുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാ ഭാരവും എൻ്റെ മേൽ ഇട്ടുപോയി എന്ന് പറയാൻ തക്കവണ്ണം ജീവനുള്ള ദൈവത്തെ നമുക്കായി ലഭിച്ചിട്ട് അത് നമ്മൾ ആ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക്, നമ്മളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വിളമ്പി കൊടുക്കാൻ കഴിയും. ഒരു പാത്രത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് വേറൊരാൾക്ക് അതിൽ നിന്ന് കുറച്ച് കോരി കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ മേശയിൽ, ആ മേശവിരി തന്നെ അലങ്കരിച്ചിരിക്കുന്നത് നൈജീരിയക്കാരുടെ നാം കളറായ പച്ചയും വെള്ളയും കൊണ്ടാണ്. കൂടാതെ ജീവന്റെ വചനമായ ബൈബിളിലെ നാഷണൽ ഈ വർഷത്തെ ആധാരവാക്യമായിട്ട് വേൾഡ് ഡേ പ്രയറിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതിന്റെ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഫ്ലവർ വേസ് കാണാം. അതിൽ പൂവ് അലങ്കരിച്ചിരിക്കുന്നത് ഈ ചെടിക്ക് ജീവനും വളർച്ചയും ഫലം കായ്ക്കലും ഉണ്ട്. നമുക്കും ജീവന്റെ വിത്തായ വചനം നമ്മിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവനുണ്ടാകണം. നാം ആ വചനത്തിൽ വളരണം. നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കാനും കഴിയണം. മെഴുകുതിരി കർത്താവിന്റെ പ്രകാശം നമ്മളിലൂടെ മറ്റുള്ളവരിലും പരക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാനും ജീവന്റെ വചനത്തിലൂടെ നമുക്ക് സാധിക്കണം. ഒലിവ് ഓയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റിനെയാണ്. പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യുവാൻ ഉണ്ടാക്കിയിരുന്ന അഭിഷേക തൈലത്തിലെ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമാണ് ഒലിവ് ഓയിൽ. ഈ ഹോളി സ്പിരിറ്റ് ജീവന്റെ വചനത്തിൽ വളരുന്ന നമുക്ക് വന്നു ചേരുമ്പോൾ നാം പ്രവർത്തിക്കുന്നതെല്ലാം പിന്നെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലൂടെയായിരിക്കും. നാം നൈജീരിയയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിശയങ്ങൾ പ്രവർത്തിക്കും, തീർച്ച. പഠിക്കുന്നില്ല. നമ്മളെല്ലാവരും 4-ാം ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നില്ലേ? ഇപ്പോൾ നിങ്ങളൊക്കെ 5-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു പോയി. ഞാനിപ്പോഴും 4-ാം ക്ലാസ്സിൽ തന്നെ. ഈ ഒരു കണക്ക് പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പഠിക്കണം, എനിക്ക് ബുദ്ധി വളരണം, എനിക്ക് നല്ല കുട്ടിയാവണം. അതുകൂടാതെ എൻ്റെ അപ്പ പറയാം, ഇനി തോറ്റ ഫീസ് അടക്കില്ല, നിന്റെ പഠിപ്പ് ഇവിടെ വെച്ച് നിർത്തുക. എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം. ഇത് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടും. അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് എത്ര പഠിച്ചിട്ടും ഒന്നും തലയിൽ കയറുന്നില്ല. എനിക്ക് ഓർമ്മ കിട്ടുന്നേയില്ല. ആ ഭാഗത്തൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അത് കിട്ടുകയാണെങ്കിൽ നീ നേഴ്സറി നല്ല മിടുക്കായിരുന്നല്ലോ, നിനക്ക് ഇനിയും നല്ല മിടുക്കയാകാൻ പറ്റും. അത് ശരിയാ. ഞാനുണ്ടല്ലോ
ഞാനും 1ലും 2ലും പഠിക്കുമ്പോഴല്ലോ ഭയങ്കര പിന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഭേദമായിട്ട് സത്യ അതെങ്ങനെ സാധിച്ചു അനു? അതുണ്ടല്ലോ, അത് എൻ്റെ അപ്പച്ചനും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെയുണ്ടല്ലോ എൻ്റെ അമ്മ എനിക്കൊരു പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ പ്രാർത്ഥന റീക്ക് പഠിപ്പിച്ചു തരട്ടെ? എനിക്ക് പഠിപ്പിച്ചതാ, എന്നെ പഠിപ്പിച്ചതാ, ഞാനും അത് ഏറ്റുപറയാം. അതെ, അപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ തീരും, വേഗം പറ. എൻ്റെ പിന്നാലെ ചൊല്ലണേ. പറയാം. കർത്താവേ, ഞാൻ നിന്റെ പൈതലാകുന്നു. കർത്താവേ, ഞാൻ നിന്റെ പൈതലാകും. എനിക്ക് കഴിവുണ്ട്. എനിക്ക് കഴിവുണ്ട്. എനിക്ക് പഠിക്കാനും വളരാനും കഴിയും. എനിക്ക് പഠിക്കാനും വളരാനും കഴിയും. ആമേൻ. ആമേൻ. പ്രിയ, യേശു നിന്റെ സ്നേഹിതനാണെന്ന് ഓർക്കുക. അവന് നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. നമ്മൾ നല്ല സ്നേഹിതരാ. നമുക്ക് യേശുവിനൊന്ന് നന്ദി പറയാം. നല്ല സ്നേഹിതനും നമ്മെ സ്നേഹിക്കുന്നവനുമായ യേശുവിനെ നന്ദി. യേശുവേ നന്ദി. ഇപ്പൊ വരും. ഹെഡ് മിസ്ട്രസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ വർത്താനം പറയണ്ട. സ്മിത മിണ്ടാതെ അങ്ങോട്ട്. ഹെഡ് മിസ്ട്രസ് വരേണ്ട നേരമായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ റിസൾട്ട് പറയും. അപ്പം അറിയാം. ഞാൻ ഹാപ്പി. ഗുഡ് മോർണിംഗ് ഹെഡ് മിസ്ട്രസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്ലാസ്സിലത്തെ ഏറ്റവും മോശപ്പെട്ട കുട്ടി ആരായിരുന്നു? റിയ. എല്ലാ പേപ്പറിലും ഞാൻ ഇവളെ വഴക്ക് പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തവളായിരുന്നു. എനിക്ക് ഇന്നൊരു അത്ഭുതം തോന്നിയിരിക്കുകയാണ്. ഇവൾക്ക് എന്ത് പറ്റി? ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കുമോ നമ്മുടെ റിയയുടെ മുഖത്ത് റിയ എന്ന് പറയണോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്. റിയയുടെ പേപ്പർ ഞാൻ തരാം. റിയ ഇത്രയും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ റിയയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? ഞാൻ നല്ല വിശ്വാസത്തോടെ പരീക്ഷ പ്രാർത്ഥിച്ച് എഴുതിയത്. റിയ കോപ്പി അടിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാതെ എങ്ങനെ പറ്റും ഒരു കുട്ടിക്ക് ഇത്രയും ഭംഗിയായി ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് കൃത്യമായ ഉത്തരങ്ങൾ എഴുതിയിരിക്കുന്നു? എനിക്ക് തന്നെ ഈ പേപ്പർ നോക്കി അത്ഭുതം തോന്നിയിരിക്കുന്നു. റിയയ്ക്ക് 100 ഔട്ട് ഓഫ് 100 മാർക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. റിയ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഇതിന്റെ പിന്നിൽ രഹസ്യം? വല്ല ബോൺമീറ്റ കുടിച്ചോ? അല്ല മാം, എനിക്ക് അനു എന്നും മിനു വാ. വിളിക്കട്ടെ, ഞാനൊന്ന് വിളിക്കട്ടെ മാം. മിനുവിനെ മിനു അനു എന്നെ നല്ല സ്നേഹിതരാന്ന് ഞാൻ പറഞ്ഞില്ലേ മാം. ഇവർ രണ്ടുപേരും എന്നെ കാണാൻ വന്ന് ഞാൻ പഠിക്കാത്തതിന് ഇവരെനിക്കൊരു പ്രാർത്ഥന ചൊല്ലിത്തന്നു. ഞാനത് എൻ്റെ ക്ലാസ്സിലെല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ വീട്ടിലെ, എൻ്റെ അയൽപക്കത്തുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവരെന്നോട് 4 മണിക്ക് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു: നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും നമ്മുടെ ജീവനുള്ള ദൈവത്തിൽ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഐക്യമത്യത്തോടെ നല്ല ബുദ്ധിയോടെ സാഹോദര്യത്തോടെ വളരുവാനും പഠിക്കുവാനും കഴിയുമെന്ന് ഇവർ രണ്ടുപേരുമാണ് മാം എനിക്ക് പറഞ്ഞു തന്നത്. താങ്ക്സ് ഇവരോടാണ് പറയേണ്ടത്. വെരി ഗുഡ്. ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ദൈവത്തിന്റെ ദാനങ്ങളാണ്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ആ ദാനങ്ങളെ നിങ്ങളും ഉപയോഗിക്കണം. ഇനി എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും 100 മാർക്ക് മേടിക്കുമോ? ജീവനുള്ള ദൈവത്തെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുമോ? ഇനി 3 പേരും കൂടിയിട്ട് വേണം ബാക്കിയുള്ളവർക്കും കൂടെ ദൈവവചനവും ഈ പഠിക്കാനുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി. ഞാൻ നിങ്ങൾക്ക് നൈജീരിയക്കാർ പ്രൈസലോട് പറയുന്ന വാക്ക് പഠിപ്പിച്ചു തന്നില്ലേ? കഴിഞ്ഞ അസംബ്ലിയിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും എൻ്റെ ഈ വിജയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രൈസലോട് നൈജീരിയൻ ഭാഷയിൽ പറയാം. പാടുക ഉയർത്തുക ജയനാമം, സ്തുതിഗീതം പാടുക ഉയർത്തുക ജയനാമം. ബൊക്കോ ഹറാം എന്ന തീവ്രവാദി സംഘടനക്കാർ 100 പേരെ എടുത്തുകൊണ്ടുപോയ കൂട്ടത്തിൽ കൊണ്ടുപോയതാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു രീതിയാണിത്. ക്രിസ്തുവിനെ തള്ളിപ്പറയാത്തവരെ പലതരത്തിലും പീഡിപ്പിക്കുന്നു. എന്നാൽ ലയ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല.
8 വർഷമായി ഇപ്പോഴും കഷ്ടമനുഭവിക്കുന്നു. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കിപ്പോൾ അറിവില്ല. നമുക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനും മോചനത്തിനുമായി പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ ലോക പ്രാർത്ഥനാ ദിനത്തിന്റെ മുദ്രാവാക്യം ഇൻഫോംഡ് പ്രയർ ആൻഡ് പ്രയർഫുൾ ആക്ഷൻ. നാം ഹൃദയപൂർവ്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടിയ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനും ദൈവം എല്ലാവർക്കും അതിനുവേണ്ട തിരഞ്ഞെടുപ്പുകളെ തരുവാനും നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രാർത്ഥിക്കാം. Egale kunanye ne unu nile nime testu jisasu. Tunu chinake.